BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. സ്ഥാനാർത്ഥികളെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ കണ്ടെത്താൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ ഗൗരവത്തോടുകൂടി കോൺഗ്രസും UDF ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ്. ഈ തെരഞ്ഞെടുപ്പിൽ 2010 UDFന് ഒരു വലിയ മുന്നേറ്റം കേരളത്തിലുണ്ടായത്. കഴിഞ്ഞ ഒരു 30 വർഷക്കാലത്തെ നമ്മുടെ തെരഞ്ഞെടുപ്പുകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പല ഘട്ടങ്ങളിലും LDFനാണ് പല സാഹചര്യങ്ങൾ കൊണ്ടും വലിയ രീതിയിൽ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇത് യാഥാർത്ഥ്യമാണ്. പക്ഷേ 2010 തെരഞ്ഞെടുപ്പിൽ UDFന് വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു. ഞങ്ങൾ ഇത്തവണ പറയുന്നു, കേരളത്തിൽ 2010 UDFന് ലഭിച്ച മുന്നേറ്റത്തെക്കാൾ വലിയ മുന്നേറ്റം ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ UDFന് ഉണ്ടാകും. മലപ്പുറത്തെ സംബന്ധിച്ചിടത്തോളം UDFന്റെ മുന്നേറ്റം എന്ന് പറയുന്നത് തൂത്തുവാരിക്കൊണ്ടുള്ള ഒരു വിജയം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും എന്നാണ് എനിക്ക് ആമുഖമായിട്ട് സൂചിപ്പിക്കാനുള്ളത്. ഞാൻ അത് തന്നെയാണ് പറഞ്ഞത്. ഞാൻ കഴിഞ്ഞ ഒരു 30 വർഷത്തിനിടയിൽ, ഞാൻ കഴിഞ്ഞ 25 വർഷമായിട്ട് MLA എന്നുള്ള നിലയ്ക്ക് ജില്ലയിലെ കോൺഗ്രസിൻ്റെയും UDFൻ്റെയും ചർച്ചകളിൽ ഭാഗമായിട്ടുള്ള ഒരാളാണ്. അതിന് മുമ്പ് ഈ കോൺഗ്രസിൻ്റെ സ്റ്റേറ്റ് ഭാരവാഹി എന്നുള്ള നിലയ്ക്ക് ഞാൻ പങ്കെടുത്തു. 30 വർഷമായിട്ട് ഞാൻ സജീവമായി ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കാണുകയും അതിൽ പങ്കുവയ്ക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ ഇതുപോലെ UDF ഒറ്റക്കെട്ടായി നിന്ന ഒരു സന്ദർഭം ഉണ്ടായിട്ടില്ല. നിങ്ങളീ പറഞ്ഞ പൊന്മുണ്ടം പഞ്ചായത്ത് 25 വർഷമായിട്ട് UDF സംവിധാനമില്ലാത്ത പഞ്ചായത്താണ്. നിലവിൽ കഴിഞ്ഞ തവണ UDF ഉണ്ടായിട്ട് ഇത്തവണ UDF ഇല്ലാതെ പോകുന്നതല്ല. 25 വർഷമായിട്ട് UDF സംവിധാനമില്ലാത്തൊരു പഞ്ചായത്ത് പൊന്മുണ്ടം. അപ്പോൾ ഇപ്പോൾ എനിക്ക് തോന്നുന്നു 1-2 പഞ്ചായത്തുകളാണ് ഇപ്പോൾ തർക്കം ബാക്കിയുള്ളത്. അതുകൂടി ഇന്ന് പരിഹരിക്കാനുള്ള ശ്രമമാണ് 3 മണിക്ക് മുമ്പായിട്ട് നടത്തുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ UDFൻ്റെ ചരിത്രത്തിലെ, മലപ്പുറം ജില്ലയുടെ ചരിത്രത്തിൽ UDF ഇതുപോലെ കെട്ടുറപ്പോടെ ഐക്യത്തോടെ പോയ ഒരു മുൻകാല തെരഞ്ഞെടുപ്പ് കാണാൻ കഴിയില്ല. അത്രമാത്രം ശക്തമാണ് UDFൻ്റെ ഐക്യം. KPCC, DCC നേതൃത്വത്തിനെതിരെയാണ്, അവരുടെ അറിവോടെയാണ് അവിടെ മത്സരിക്കുന്നത്. ലീഗിനെതിരെ, അവിടെ പ്രത്യേകിച്ച് ലീഗിനെതിരെ വർഗീയമായി അവിടെ പ്രചാരണം നടത്തുന്നു എന്നുള്ള രീതിയിലാണ് അവിടെ ലീഗ് നേതൃത്വം KPCCക്കെതിരെ, പ്രത്യേകിച്ച് താങ്കൾ ഉൾപ്പെടെയുള്ള ആൾക്കെതിരെയാണ്. സ്വാഭാവികമായി പ്രാദേശിക തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അത്തരത്തിലുള്ള ചില ആക്ഷേപങ്ങളൊക്കെ വരുന്നത് സ്വാഭാവികമാണ്. പക്ഷേ പൊന്മുണ്ടത്തെ സംബന്ധിച്ചിടത്തോളം ഇന്നത് പിൻവലിക്കാനുള്ള സമയം കഴിഞ്ഞാൽ അവിടെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏത് രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന് പരിശോധിച്ച് സംഘടനാ നയങ്ങൾക്ക് എതിരായിട്ടുള്ള സമീപനം അവിടെ സ്വീകരിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ശക്തമായ നടപടി ഉണ്ടാകും എന്ന് അവിടുത്തെ നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അത് DCC മീറ്റിംഗ് വിളിച്ചു ചേർത്ത് തന്നെ ഞാൻ തന്നെ അവരോട് സൂചിപ്പിച്ചിട്ടുണ്ട്. പാർട്ടിയുടെ ചില കാര്യങ്ങളുണ്ട്, ചില നടപടിക്രമങ്ങളുണ്ട്. പക്ഷേ അതിന് വിരുദ്ധമായി അത് ഏത് പഞ്ചായത്തിൽ പോയാലും, പൊന്മുണ്ട മാത്രമല്ല, ഏത് പഞ്ചായത്തിൽ പോയി കഴിഞ്ഞാലും KPCC ശക്തമായ നടപടി അക്കാര്യത്തിൽ എടുക്കും. അല്ല, അങ്ങനെ പ്രകടമായിട്ട് ഏതെങ്കിലും രീതിയിൽ ശ്രദ്ധപ്പെട്ടവർക്ക് KPCന് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികൾ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഘടകകക്ഷികൾക്ക് അർഹമായി ലഭിക്കേണ്ട പരിഗണന, അവർക്ക് കിട്ടിക്കൊണ്ടിരുന്ന സീറ്റുകളാണെങ്കിൽ അത് ഘടകകക്ഷികൾക്ക് നൽകുവാനും, ഘടകകക്ഷികൾ കഴിഞ്ഞ സമയങ്ങളിൽ മത്സരിച്ചിരുന്ന സീറ്റുകൾ പിടിച്ചെടുക്കാനോ അവിടെ സ്ഥാനാർത്ഥികൾ നിർത്താനോ പോകരുത് എന്നുള്ള ശക്തമായ കർശനമായ താക്കീത് KPCC പ്രസിഡന്റ് തന്നെ നൽകിയിട്ടുണ്ട്. ഞങ്ങൾ UDFനെ സംബന്ധിച്ചിടത്തോളം എല്ലാ ഘടകകക്ഷികളെയും ഒരുമിച്ച് ക്യാരി ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ള സമീപനമാണ് എടുത്തിട്ടുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, UDFനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ തെക്കായാലും വടക്കായാലും എല്ലായിടത്തും UDF ഒറ്റക്കെട്ടായിട്ടാണ് പോകുന്നത്. ഒറ്റപ്പെട്ട ഏതെങ്കിലും പരാതികൾ മാത്രമേ വരാൻ സാധ്യതയുള്ളൂ. അത്തരം പരാതികൾ ഉണ്ടെങ്കിൽ പോലും നിലവിലുള്ള സ്റ്റാറ്റസ് കോ നിലനിർത്തിക്കൊണ്ട് പോകണം എന്നാണ് KPCC നിർദ്ദേശം നൽകിയിട്ടുള്ളത്. കോൺഗ്രസിന് UDFന് ഒരു സ്ഥാനാർത്ഥി മാത്രമേ ഉണ്ടാവൂ. ആ സ്ഥാനാർത്ഥി ചിഹ്നത്തിൽ മത്സരിക്കും. ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ പേരും പറഞ്ഞിട്ടാണ് CPM കോൺഗ്രസിനെ UDFനെ ആക്രമിക്കുന്നത്, വർഗീയ കക്ഷികളുമായിട്ട് കൂട്ടുകൂടുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഈ ഒരു നീക്കുപോക്കാണെങ്കിലും, വെൽഫെയർ പാർട്ടിയായിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റ് ആണെങ്കിലും, കോൺഗ്രസ് പ്രസ്ഥാനത്തിന് അങ്ങനെ ഒരു പേടിയുണ്ട്, വർഗീയ കക്ഷിയായിട്ട് കൂടിച്ചേരുന്നുള്ള ഒരു പേടിയുണ്ട്. വെൽഫെയർ പാർട്ടിയുമായിട്ട് ഉള്ള ധാരണയെക്കുറിച്ചോ സഖ്യത്തെക്കുറിച്ചൊക്കെ പറയാൻ എന്തെങ്കിലും അർഹത CPMനുണ്ടോ? വെൽഫെയർ പാർട്ടിയെ എക്കാലത്തും കേരളത്തിൽ രഹസ്യമായിട്ടല്ല, പരസ്യമായി തന്നെ സഹായിച്ചിട്ടുള്ളത് CPM ആണ്. അപ്പോൾ അവരുന്നയിക്കുന്ന ഇത്തരം കാര്യങ്ങളൊക്കെ ബേസ്ലെസ്, അടിസ്ഥാനരഹിതമാണ്. അതിനകത്ത് യാതൊരു കാര്യമില്ലാത്തതാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ വെൽഫെയർ പാർട്ടിയുമായിട്ട് സഖ്യമില്ല.
പിന്നെ ഞങ്ങൾ പാർട്ടി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ എല്ലാ വോട്ടുകളും ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ സ്വീകരിക്കും. പല നേതാക്കൾക്ക് പല അഭിപ്രായമാണ്. UDF ഘടകകക്ഷികളുമായിട്ടാണല്ലോ ഞങ്ങൾ സഖ്യം ഉണ്ടാവുക. വെൽഫെയർ പാർട്ടി UDFന്റെ ഘടകകക്ഷിയല്ല, അതുകൊണ്ട് അവരുമായിട്ട് അങ്ങനെ ഒരു സഖ്യമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇതൊക്കെ പറയുന്ന CPM-നെ സംബന്ധിച്ചിടത്തോളം വെൽഫെയർ പാർട്ടിയെ കേരളത്തിലുടനീളം കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പരസ്യമായി ധാരണ ഉണ്ടാക്കിയ അവരാണ് CPM. അവർ അന്ന് കാണാത്ത തൊട്ടുകൂടുതലാണ് ഇപ്പോൾ പറയുന്നത്. ഞാനതിനെ ന്യായീകരിക്കുകയല്ല, പക്ഷേ CPM അത് മലപ്പുറം ജില്ലയിൽ എത്ര സ്ഥലത്ത് CPM വെൽഫെയർ പാർട്ടിയുമായി ചേർന്ന് മത്സരിച്ചിട്ടുണ്ട്. ഇപ്പോൾ മാത്രം എന്താ CPM-ന് വെൽഫെയർ പാർട്ടിയെക്കുറിച്ച് ഏതെങ്കിലും രീതിയിൽ UDF-മായി എവിടെയും സംസാരിച്ചു കണ്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ UDF-മായി കാണാനേ പാടില്ല. വെൽഫെയർ പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഉണ്ടാവാനേ പാടില്ലാത്ത പാർട്ടിയാണ് എന്നൊക്കെ ഒരു സമീപനം എന്താ ഇപ്പോൾ സ്വീകരിക്കുന്നത്? അതിൽ വ്യത്യാസമാണ്. വെൽഫെയർ പാർട്ടി എല്ലാ കാലത്തും സ്വതന്ത്രമായിട്ടൊക്കെയാണ് മത്സരിക്കുന്നത്. ഇപ്പോൾ അവർ പ്രകടമായിട്ട് വെൽഫെയർ സ്ഥാനാർത്ഥികളായിട്ട് വരുന്നു, UDF-ന്റെ കൺവെൻഷനുകൾ പങ്കെടുക്കുന്നു, അവരുടെ പ്രഖ്യാപനം. വെൽഫെയർ പാർട്ടി മുമ്പും വെൽഫെയർ പാർട്ടി എന്ന് പറഞ്ഞ് തന്നെ മത്സരിച്ചിട്ടുണ്ട് CPM-നോടൊപ്പം. അന്നില്ലാത്ത ഒരു രാഷ്ട്രീയ മാറ്റം ഇപ്പോഴുണ്ടോയെന്ന് എനിക്കറിയില്ല. CPM-നോടൊപ്പം ചേരുമ്പോൾ വെൽഫെയർ പാർട്ടി കുഴപ്പമില്ലാത്ത പാർട്ടിയാണ്. ഞങ്ങൾ പറഞ്ഞല്ലോ, ഞങ്ങൾ വെൽഫെയർ പാർട്ടിയുമായിട്ട് സഖ്യമില്ല. പക്ഷേ ഞങ്ങൾ ആര് വോട്ട് ചെയ്താലും ഞങ്ങളത് സ്വീകരിക്കും. ഈ സഖ്യം കൊണ്ട് നഷ്ടം കോൺഗ്രസിനാണ് ചർച്ചയുണ്ട്. കാരണം ലീഗിന് അതിൽ നഷ്ടമില്ല. സഖ്യം ഉണ്ടെങ്കിലേ നമ്മൾ ചർച്ച ചെയ്യുന്നുള്ളൂ. UDF-ലെ ഘടകകക്ഷികളുമായിട്ടാണ് ഞങ്ങൾക്കിപ്പോൾ സഖ്യമുള്ളത്. UDF-ലെ ഘടകകക്ഷികൾക്കാണ് സീറ്റ് നൽകുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിന് ശേഷം അതിന് നഷ്ടത്തെക്കുറിച്ച് ആലോചിക്കേണ്ടല്ലോ. അല്ല, അതൊക്കെ തെരഞ്ഞെടുപ്പുകളുടെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് എന്ന് നമുക്ക് അത് 100% പൊളിറ്റിക്കലാണ് അല്ലല്ലോ. കേരളത്തിലാണ് ഇത്രയെങ്കിലും ഒരു 90% വേണമെങ്കിൽ പൊളിറ്റിക്കലാണ് എന്ന് പറയാം. നിയമസഭാ തെരഞ്ഞെടുപ്പ് പോലെ, പാർലമെന്റ് തെരഞ്ഞെടുപ്പ് പോലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് എല്ലായിടത്തും പൊളിറ്റിക്കലായിട്ട് വരാറില്ല. ചില സാഹചര്യങ്ങൾ പഞ്ചായത്തിലുണ്ടാവും, അവിടെ ഏതെങ്കിലും സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി എല്ലാവരും ഒരുമിച്ച് നിൽക്കും. പ്രാദേശികമായ പ്രശ്നങ്ങളുണ്ടാവും, കുടുംബപരമായ പ്രശ്നങ്ങളുണ്ടാവും, അതിൻ്റെ പേരിൽ സ്ഥാനാർത്ഥികൾക്കെതിരെ ഒരുമിച്ച് നിൽക്കും. അപ്പോൾ എല്ലാം 100% പൊളിറ്റിക്കലാണെന്ന് ധരിക്കരുത്. അതുകൊണ്ട് ആ പഞ്ചായത്തിൻ്റെയും വാർഡിൻ്റെയും സാഹചര്യത്തിനനുസരിച്ച് ചിലപ്പോൾ ജനകീയ സ്വതന്ത്രന്മാർ നിൽക്കും, ചിലപ്പോൾ അത് കോൺഗ്രസിനെതിരെ നിൽക്കും, ചിലപ്പോൾ CPM-നെതിരെ നിൽക്കും. അത് യഥാർത്ഥത്തിൽ CPM, കോൺഗ്രസ് അല്ലെങ്കിൽ LDF, UDF എന്നുള്ള രീതിയിൽ നിയമസഭയിലും പാർലമെൻറ്റിലും മത്സരിക്കുന്ന പോലെ ഒരു മത്സരം 100% ആ രീതിയിലല്ല. അപ്പോൾ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ പ്രാദേശികമായിട്ടുണ്ടാവും. അതിനാ രീതിയിൽ കണ്ടാൽ മതി. അപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലാണെങ്കിൽ നിങ്ങൾക്കത് പറയാം. കാരണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ 100% പൊളിറ്റിക്കലാണ് നമുക്ക് നിയമസഭയിലേക്ക് മത്സരം. സ്ഥാനാർത്ഥികൾ നിർത്തുന്ന LDF-ഉം UDF-ഉം അതുപോലെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളും. അപ്പോൾ അതിനകത്ത് നമുക്ക് അത് കാണുന്ന പോലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കാണുന്നത് ഓരോ പ്രദേശത്ത് ഓരോ വാർഡിൽ അതിൻ്റെ സ്വഭാവത്തിനനുസരിച്ച് മാറ്റം വരും. നമുക്ക് എല്ലാവർക്കും അറിയില്ല, നിങ്ങൾക്കൊക്കെ അറിയുന്നതല്ലേ. അല്ല, PV അൻവർ ഇതിനകം തന്നെ UDF-ന് അദ്ദേഹം ഞങ്ങൾ നേരത്തെ വെൽഫെയർ പാർട്ടിയുമായി പറഞ്ഞല്ലോ, അതുപോലെ അദ്ദേഹം ഇന്നലെ പറഞ്ഞു തോന്നുന്നു PV അൻവർ UDF-നെ പിന്തുണ. ഞങ്ങളെല്ലാവരുടെയും പിന്തുണ ഞങ്ങൾ വോട്ടുകൾ സ്വീകരിക്കും. ആര് വോട്ട് തന്നാലും വേണ്ട എന്ന് പറയില്ല. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്ട്രേഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.